ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചിക്കനാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ ലോലിപോപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണുള്ളത്. കാണാൻ അതുപോലെ ഇല്ലെന്നേ ഉള്ളൂ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഇവിടെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ബോൺലെസ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 1/2 കിലോയിൽ കൂടുതലുണ്ടാകും. ചിക്കൻ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇതിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് അധികം ഉപ്പ് ചേർക്കണ്ട, ഉപ്പ് കൂടിപ്പോകും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നല്ല കളർ കിട്ടണമെങ്കിൽ കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതായിരുന്നു, അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലൊരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ടാകും. ഞാൻ അളന്നിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാകും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അധികം പണിയൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കോൺഫ്ലവർ ചേർത്ത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അധികം ഒഴിച്ച് കൊടുക്കണ്ട, നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുത്താൽ മതി, വേസ്റ്റ് ആക്കണ്ട. എന്നിട്ട് ഇതിൽ കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ വേസ്റ്റ് ആവില്ല. ഞാനിപ്പോൾ ഇതിൽ 4 പീസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കി ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ കുറേ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ. ഞാനിതാ ഇനി കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു 2-3 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ ഇത്തിരി ബാക്കിയുണ്ട് കേട്ടോ. ഇത്തിരിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിൽ കുറച്ചെടുത്ത് മാറ്റാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അങ്ങനെ ഇതിൽ വെച്ചാൽ മതി. അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് ഓയിലുണ്ടാകും. ഇത് കണ്ട ഇത്രയും ഓയിലാണ് ഞാൻ എടുത്തത്. അധികം ഓയിലിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെ കാണിച്ചു തരാം. ഇതാ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം ചെറുതായിട്ട്. അധികം ക്രിസ്പി ഒന്നും ആവണ്ട. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്, പിന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ 15ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ഉള്ളിത്തണ്ട് എടുത്തിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം. നമുക്കത് വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുക്കാം. കേട് വരുന്ന ഉള്ളിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാനിതിൽ പിന്നെ ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തത്. ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇത് ക്രിസ്പി ആവേണ്ട ആവശ്യമൊന്നുമില്ല, 1 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് അധികം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/2 മിനിറ്റ് വഴറ്റിയാൽ മതി. വെളുത്തുള്ളീൻ്റെ കളറൊന്നും മാറേണ്ടതില്ല, ഒരു കുറച്ച് സമയം വഴറ്റിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഒരു 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ.
പിന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കണം. അത് എരിവ് കുറച്ചൊരു എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. 1 ടീസ്പൂണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി, എരിവ് അധികം വേണ്ടെങ്കിൽ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചിക്കനും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് കൂട്ടി വെക്കാം, മീഡിയം ഫ്ലെയിമിലാക്കാം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തതും ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നതെല്ലാം ചെറിയ അടുപ്പിൽ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് അധികം ഫ്ലെയിമില്ല, ഫ്ലെയിം കുറവേ ഉണ്ടാവുള്ളൂ. വലിയ അടുപ്പത്ത് വെച്ചാൽ എല്ലാം കരിഞ്ഞു പോകും. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളിത്തണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങളത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, കാണാനും നല്ല ലുക്ക് ഉണ്ടാകും. അപ്പോൾ ഹെൽത്തി ആണല്ലോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്